ഒന്ന് പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പം നമ്മളെ എങ്ങനെയാണ് ജനിപ്പിച്ചത്? എന്തിനാണ് നമ്മൾ ജനിച്ചത്? ക്ഷയം പാട്ടം മാലിന്യമില്ലാത്ത ഒരു അവകാശം പ്രാപിക്കാനാണ് നമ്മൾ ജനിപ്പിച്ചത്. എങ്ങനെയാണ് ജനിച്ചത്? കിടന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനുള്ളതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഇനി യാക്കോബിൻ്റെ ലേഖനം ഈ ബോൺ അഗെയിൻ വീണ്ടും ജനനത്തെക്കുറിച്ച് പറയുന്ന ഒരു വാക്യമുണ്ടല്ലോ, അതൊന്ന് വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ പാർട്ട് വായിക്കാം. അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. പത്രോസ് പറയുന്നത് ഈ ഭാഗം കൂടി ഒന്ന് കൂട്ടിച്ചേർക്കുമ്പോൾ സംഗതി ക്ലിയറായി. ഒരു സാക്ഷിക്ക് ഒരു സാക്ഷി ഉറപ്പായിട്ട് കിട്ടുന്ന സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനം. ആ വചനം കേട്ടാണ് വീണ്ടും ജനനം സംഭവിക്കുന്നത്. ഇത് വചനം കേട്ട് മാനസാന്തരപ്പെടാനുള്ള വഴിയൊന്നും പാസ്റ്റർമാർ തരുന്നില്ല. വചനം കേട്ട് ഭൗതിക അനുഗ്രഹത്തിൻ്റെ പുറകെ ഓടാനുള്ള പ്രസംഗങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വചനം കേട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മീയ ജീവൻ പ്രാപിക്കണം. യോഹന്നാന സുവിശേഷം 19-ാം അധ്യായത്തിലെ 31-ാമത്തെ വാക്യം കുറിച്ചിട്ട് പഠിക്കണം. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. കണ്ടോ? യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കണം. വിശ്വസിച്ച് നിങ്ങൾക്ക് എന്തുണ്ടാകണം? ജീവൻ ഉണ്ടാകണം. ഷണ്ണനെ സ്നാനപ്പെടുത്താൻ നേരത്ത് ഫിലിപ്പോസ് ചോദിക്കുന്നുണ്ട് അവരോട്. എന്താ ചോദിക്കുന്നത്? യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുമ്പോഴാണ് അവരിലേക്ക് ആത്മീക ജീവൻ പ്രവേശിക്കുന്നത്. അത് വേറൊരു നിലയിൽ പഠിച്ചാൽ അവരിൽ മരിച്ചു കിടക്കുന്ന ആത്മാവ് ജീവനിലേക്ക് വരുന്നത്. അതാമ്മ പാപനിമിത്തം എല്ലാ മനുഷ്യരും പാപികളായി, എല്ലാവരും ആത്മജീവികളാണ്. പാപികളായ മനുഷ്യരിൽ അവർ ആത്മീക മനുഷ്യൻ ചത്തുകിടക്കുക. ഈ മനുഷ്യൻ ജീവൻ പ്രാപിക്കണമെങ്കിൽ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശുവിനെ വിശ്വസിക്കുമ്പോൾ, യേശു ക്രിസ്തുവിൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ അവരിൽ ആത്മീയ ജീവനുണ്ടാകുന്നു, രക്ഷിക്കപ്പെടുന്നു. വിശ്വാസത്താൽ നീതീകരണമാണ്. വിശ്വസിച്ച് ഏറ്റുപറയുമ്പോഴാണ് ആത്മീയ രക്ഷ. യേശുവിൻ്റെ കർത്താവാണെന്ന് ഏറ്റുപറയണം, അപ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്. സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചു കഴിയുമ്പോഴാണ് വീണ്ടും ജനനത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ മക്കളും അവകാശികളുമായി മാറുന്നത്. യഥാർത്ഥ ദൈവരാജ്യത്തിൻ്റെ അവകാശം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാഭിഷേകം പ്രാപിച്ച് ആത്മനിറവിൻ ജീവിതം നയിക്കുമ്പോഴാണ് ക്ഷയം പാട്ടം മാലിന്യമില്ലാത്ത നല്ലൊരു അവകാശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനിടയായിത്തീരുന്നത്. രക്ഷിക്കപ്പെട്ടുകൊണ്ടും സ്നാനപ്പെട്ടുകൊണ്ടും അഭിഷേകം പ്രാപിച്ചുകൊണ്ടും വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് അന്ത്യകാല രക്ഷയ്ക്ക് വേണ്ടി ദൈവവചന വ്യവസ്ഥ പ്രകാരം മായമില്ലാത്ത പാലായ പഥ്യവചനം പഥ്യോപദേശം കേട്ടനുസരിച്ച് ആത്മീയ വളർച്ച പ്രാപിച്ച് ആത്മീയ വർധന പ്രാപിച്ച് ആത്മീയ നിറവ് പ്രാപിച്ച് ജീവിച്ചുകൊണ്ടിരുന്നാലാണ് ആ നിത്യമായ രക്ഷയിലേക്ക് പ്രവേശിക്കുന്നത്. ഇതൊക്കെ ഇന്ന് ആരും പഠിപ്പിക്കുന്നില്ല. ഇത് പഠിപ്പിക്കാൻ ഇവിടെ ആളില്ല. ഞങ്ങളെപ്പോലെ ചുരുക്കം ചില ശുശ്രൂഷകന്മാർ മാത്രമേ ഈ ആത്മരക്ഷയെക്കുറിച്ചും ഇതിൻ്റെ വിശദമായ ഉപദേശങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുള്ളൂ. എല്ലാവരും പാട്ടും പാടി സന്തോഷിച്ചിങ്ങനെ പോകും. എങ്ങോട്ടായി പോകുന്നത്? നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞു 3 കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം ചെയ്തു. തൻ്റെ പുത്രനെ സഭയ്ക്ക് തലയായിട്ട് തന്നു, പരിശുദ്ധാത്മാവിനെ തന്നു, പിന്നെ ശുശ്രൂഷാ വൃന്ദങ്ങളെ തന്നു. എഫേസ്യർ 4:11. ഇതിലെല്ലാം വാക്യങ്ങളുണ്ട് കേട്ടോ. ഇത് തന്ന സ്ഥിതിക്ക് നമ്മളതിനെ അതിനനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണമെന്നാണ് ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നാലൊന്നും കാര്യം നടക്കില്ല. ഹല്ലേലൂയ. അപ്പോൾ വീണ്ടും ജനനം എന്നുള്ളത് ശരിക്കും നമ്മൾ പഠിച്ചാൽ എന്താ വീണ്ടും ജനനം? ഒരു മാങ്ങാണ്ടി, ഒരു കശുവണ്ടി നമ്മൾ കുഴിച്ചിടുകയെന്ന് വെച്ചോ. കുഴിച്ചിട്ട് കഴിഞ്ഞാൽ
അത് നനവ് കൊടുത്തു കഴിയുമ്പോൾ ഇത് പറ്റും. ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ ആ കശുമാവിൻ്റെ അണ്ടി അല്ലെങ്കിൽ ആ മാങ്ങാണ്ടി അതിൽ നിന്ന് നനവ് കിട്ടിക്കഴിഞ്ഞ് അതൊരു മുള പൊട്ടി പുറപ്പെട്ട് അതിന് ചെറിയ വേരുകൾ ഭൂമിയിലേക്ക് വന്ന് താഴ്ന്നിറങ്ങി അത് മുളയായിട്ട് ഇങ്ങനെ മുളച്ച് മുകളിലേക്ക് വരും. ചില ചുരുണ്ട ഇലയായിട്ടായിരിക്കും ആദ്യം വരുന്നത്. കശുവണ്ടി ആകട്ടെ, മാങ്ങാണ്ടി ആകട്ടെ, ഏത് സീഡാകട്ടെ. അങ്ങനെ വന്നു കഴിയുമ്പോൾ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ കഴിയുമ്പോൾ ഒരു 2-3 മാസം കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാവിൻ്റെ ഇലയായിട്ട് ഇങ്ങനെ വന്നു. കശുമാവിൻ്റെ ആണ്ടിയാണ് കൊണ്ട് കുടിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇലയായിട്ട് വരുന്നു, ഇങ്ങനെ പൊങ്ങി വരും. ഒരു 3 മാസം കഴിഞ്ഞ് നിങ്ങൾ ഇതിന് കേടുവരാത്ത നിലയിൽ ഒന്ന് കുഴിച്ച് നോക്കണം. നന്നായിട്ടൊന്ന് കുഴിച്ച് നോക്കിയാൽ നിങ്ങൾ നട്ടതായ ആ സീഡ് അതങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അത് കാണത്തില്ല അവിടെ. ആ സീഡ് ദ്രവിച്ചിട്ട് അതിൽ നിന്നൊരു പുതിയ മുള പുറപ്പെട്ട് മുകളിലേക്ക് വന്നതാണ് നമ്മൾ കണ്ടത്. നമ്മൾ നട്ടതായ ആ സീഡ് അല്ലെങ്കിൽ ആ വിത്ത് മണ്ണിനോട് ലയിച്ചു ചേർന്നു. ഇതാണ് വചനത്തിലൂടെ നമ്മൾ പഠിച്ചെടുക്കേണ്ട സത്യം. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെടുന്നു, മരിക്കുന്നു, അടക്കപ്പെടുന്നു, കുഴിച്ചിടപ്പെടുന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചേ. ക്രിസ്തുവിനോട് കൂടി ക്രൂശിക്കപ്പെടുന്നു, മരിക്കുന്നു, അടക്കപ്പെടുന്നു, കുഴിച്ചിടപ്പെടുന്നു. 2 കൊരിന്ത്യർ 5:17. ഒരുവൻ ക്രിസ്തുവിലായാൽ വായിക്കേ. രണ്ട് കൊരിന്ത്യർ 5:17 ഞാൻ 3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. അതാ വാക്യം. ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയായി. പഴയത് കഴിഞ്ഞു പോയി. ആ മാങ്ങാണ്ടിൻ്റെയും കശുവണ്ടിൻ്റെയും ആ പഴയ രൂപത്തിന് എന്ത് പറ്റി? പഴയ സ്വീഡിന് എന്ത് പറ്റി? അത് ദ്രവിച്ചു പോയി. അതിൽ നിന്നൊരു പുതിയ മുള പുറത്തേക്ക് വന്നു. ഇനി പഴയതില്ല. പഴയ മനുഷ്യൻ, പഴയ സ്വഭാവം, പഴയ രീതി, പഴയ ആചാര അനുഷ്ഠാനങ്ങൾ, പഴയത് മുഴുവൻ തീർന്നു. ഇതാണ് അപ്പോസ്തല ഉപദേശത്തിന്റെ പ്രത്യേകത. ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയായി. ഒരു സങ്കീർത്തനം പാടി, പാട്ടും പാടി മോശെ, ഏലിയാവും ദാവീദിനും അതിന്റെ ഗുസ്തിയും പിടിച്ചോണ്ടിരുന്നാൽ എവിടെ ഇരിക്കും? കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മെ പുതിയ സൃഷ്ടിയാക്കാനാ, നമ്മളൊരു പുതുമനുഷ്യനാക്കാനാ. പുതുമനുഷ്യൻ. അതിനെക്കുറിച്ചൊരു വാക്യം തരാം. എഫേസ്യ ലേഖനം എൻ്റെ 1-ാം അധ്യായത്തിൽ. പിന്നെ അതൊരു ഭയങ്കര വാക്യമാണ്. ഇതൊക്കെ നമ്മൾ വാസ്തവത്തിൽ വായിച്ച് പഠിക്കേണ്ടത്. ഞങ്ങളൊക്കെ പഠിച്ച് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും ആ വാക്യങ്ങൾ വായിക്കുന്നതിൽ നിർത്താറില്ല. സ്തോത്രം. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ, എഫേസ്യർ 1:13 വാക്യങ്ങളാണ്. ക്രിസ്തു യേശുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി. അപ്പം ന്യായപ്രമാണം എന്തായിരുന്നു? ശത്രുത്വമാണ്. ഇന്ന് പലരും അത് ഓമനിച്ചുകൊണ്ടിരിക്കുക. ന്യായപ്രമാണ തൽപരരായിക്കൊണ്ടിരിക്കുക. ന്യായപ്രമാണം ഇല്ലെങ്കിൽ അവർക്ക് പ്രസംഗമില്ല. സങ്കീർത്തനമില്ലെങ്കിൽ പുതിയ നിയമ പാസ്റ്റർമാർക്ക് പ്രസംഗമില്ലെന്ന് PM ജോസഫ്, IPCയിലെ PM ജോസഫ് പറഞ്ഞ് മരിച്ചു. ആ വാക്ക് ഞാൻ ഏറ്റെടുത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചാകുന്നവരെ അത് പറയും. സങ്കീർത്തനം ഇല്ലെങ്കിൽ പാസ്റ്റർമാർക്ക് പ്രസംഗമില്ലെന്ന്. ഇന്നും അതൊക്കെ തന്നെ. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ രക്തം താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടിച്ചുവർ, അതും ന്യായപ്രമാണമാണ്, ഇടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും, ഇരുപക്ഷം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിൽ വിശ്വസിച്ച് വന്ന യഹൂദനെയും പിന്നെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് വന്ന ഒരു ദൈവവൈതലിനെയും ഒരേ പുതുമനുഷ്യനായി, ഒരു പുതുമനുഷ്യനല്ല, ഒരേ പുതുമനുഷ്യനായി യഹൂദനും പുതിയ നിയമ വിശ്വാസിയും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ പുതിയ സൃഷ്ടിയായി, പുതിയ മനുഷ്യനായി, വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവവൈതലായി തീർന്നു. ക്രിസ്തുവിനോടുകൂടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, പുതിയ സൃഷ്ടിയായി. പഴയതെല്ലാം പോയി, പഴയ സ്വഭാവം പോയി, പഴയ ജീവിത രീതികൾ പോയി.
പഴയതെല്ലാം പോയി. ഇതങ്ങനെയാണോ? അതാണ് അപ്പോസ്തലന്റെ പ്രത്യേകത. സങ്കീർത്തനം പാടിക്കൊണ്ടിരുന്ന ഇതൊന്നും വരത്തില്ല, ഇതൊന്നും കേൾക്കാൻ പറ്റത്തില്ല. ആരോഹണ ഗീതം, അവരോഹണ ഗീതം. ദാവീദ് അതിലേ പോയി, ഉലാവാൻ പോയപ്പോൾ ഒരു കാഴ്ച കണ്ടു, പിന്നെ അങ്ങോട്ട് പോയി, പിന്നെ പാപം ചെയ്തു, പിന്നെ കെട്ടിയാനെ കൊണ്ടുവന്ന് എന്ത് ചെയ്തു? യുദ്ധ മുന്നണിയിൽ കൊണ്ടുവന്ന് നിർത്തി അവനെ കൊന്നു, കൊലവിളി നടത്തി. എന്നിട്ട് എന്ത് ചെയ്തു? പലതും ചെയ്തു. അവസാനം നാദാം പ്രവാചകം വന്ന് പറയുമ്പോഴാണ് അയ്യോ ഞാൻ തെറ്റിപ്പോയെന്ന് മനസ്സിലായി. കുത്തിയിരുന്ന് എഴുതി 51-ാം സങ്കീർത്തനം. യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചവൻ ഇപ്പം 51-ാം സങ്കീർത്തനം പാടിക്കൊണ്ടിരിക്കുക. ദൈവമേ എൻ്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കരുണയുണ്ടാകണമേ, എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. ഇടാ ഗുണം പിടിക്കാത്തവൻ പാടിയ പാട്ട് നീ പാടിക്കൊണ്ടിരുന്നാൽ എന്താ പ്രയോജനം? നീ പുതിയ പാട്ട് പാട്. ഏതാ പുതിയ പാട്ട്? ആത്മാവിൽ പാട്. പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ കിടന്ന് ആത്മാവിൽ പാടിയപ്പോഴല്ലേ ബന്ധനം അഴിഞ്ഞത്. കേരള എന്ന് പറഞ്ഞ് കഴുത്തിൽ കുത്തി തള്ളിയവനൊക്കെ മുമ്പിൽ വന്നിക്കുക, യജമാനന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന്. ആത്മാവിൽ പാട്, ആത്മാവിൽ പ്രാർത്ഥിക്ക്, ആത്മാവിൽ ആരാധിക്ക്, ആത്മനിറവൻ ജീവിതം നയിക്ക്. പഴയ നിയമത്തിൽ വിശ്വാസികൾക്ക് അതുണ്ടോ? എത്ര പറഞ്ഞാലും ചിലരുടെ തലയിലോട്ട് കയറത്തില്ല. അവർ പറഞ്ഞ എന്തോ സംഭവം ഇവിടെ കിടപ്പുണ്ട്, അങ്ങോട്ട് പോക്കോ. ഞാൻ സങ്കീർത്തനത്തിനെതിരല്ല. സങ്കീർത്തനത്തിലെ മശികാ സങ്കീർത്തനവും അതൊക്കെ എടുത്ത് അതിൻ്റെ അർത്ഥങ്ങളൊക്കെ വായിച്ച് പഠിപ്പിക്കാം. 21-ാം സങ്കീർത്തനം വായിച്ച് എനിക്ക് ഇതിനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ലെന്ന് പറയുമ്പോൾ ഞാൻ തിരിച്ചു പറയും മുട്ടുണ്ടാകുമെന്ന് തന്നെ പറയും. ഞാൻ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് എനിക്ക് മുട്ടുണ്ടാകും, കഷ്ടതകളുണ്ടാകും, പരിശോധന ഉണ്ടാകും, പക്ഷെ നിലനിൽക്കാനുള്ള കൃപ തരും. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങളവൻ്റെ കാൽച്ചുവട് പിന്തുടരാനൊരു മാതൃക വെച്ചു പോയിരിക്കുന്നു. ആ ഭാഗം വരുന്നുണ്ട്, പത്രോസിൻ്റെ ലേഖനത്തിൽ അത് വരുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവനുള്ള പ്രത്യാശയ്ക്ക് അന്ത്യകാലത്ത് വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് ദൈവശക്തിയിൽ കാക്കപ്പെടാൻ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം വാട്ടം മാലിന്യമില്ലാത്ത നല്ലൊരു അവകാശത്തിനായി നമ്മെ വീണ്ടും ജനിപ്പിച്ചു. എങ്ങനെ ജനിച്ചു? കെടുന്ന വീഴത്താലല്ല, കെടാത്തതും ജീവനുള്ളതുമായ നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ വീണ്ടും ജനിച്ചു. യാക്കോബ് അതിനെക്കുറിച്ച് പറയുന്നത് സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. പത്രോസും പറയുന്നു ജനിപ്പിച്ചിരിക്കുന്നു. ഒരു ഭാഗത്ത് മാത്രം ജനിച്ചിരിക്കുന്നു. എൻ്റെ റിയൽ ഫാക്റ്റ് ജനിപ്പിച്ചതാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട നമ്മുടെ ഇഷ്ടത്തിനല്ല, ദൈവം നമ്മെ രക്ഷിച്ചതാണ്. മഹാഭാവിയായിരുന്നു എനിക്ക്, കഞ്ചാവ് ചോറിലിട്ട് കുഴച്ച് തിന്ന എനിക്ക് ദൈവം എന്നെ രക്ഷിച്ചു. ഒരു സിനിമ ഒരു തിയേറ്ററിൽ ഒരു ദിവസം 3 പ്രാവശ്യം കണ്ട എന്നെ ദൈവം രക്ഷിച്ചു. അത്ഭുത സാക്ഷ്യമല്ലേ ഇതൊക്കെ? ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു അവകാശം പ്രാപിക്കാനാണ് ദൈവം നമ്മെ രക്ഷിച്ചത്. അവകാശം നഷ്ടപ്പെടുത്തി കളയരുത്. ഭൗതിക അനുഗ്രഹത്തിന് വേണ്ടി അവകാശം നഷ്ടപ്പെടുത്തരുത്. വാരിക്കോരി കൂട്ടിവെച്ച് ആൽമരക്ഷ നഷ്ടപ്പെടുത്തി കളയരുത്. പുതിയ നിയമത്തിലെ സമ്പത്ത് ആത്മീകമാണ്, പഴയ നിയമത്തിലെ സമ്പത്ത് ഭൗതികമാണ്. സോളമന് പണം കൊടുത്തു, അബ്രഹാമിന് പണം കൊടുത്തു. ഇടയ്ക്കൊരു ഉപദേശി പറയണ്ടായി, അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു, ആടുമാടുകളും വെള്ളി പൊന്നും സ്വർണ്ണമൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു എന്ന്. എബ്രായ ലേഖനത്തിൽ അബ്രഹാമിനെ കുറിച്ച് പറയുന്ന ഭാഗം പുള്ളിയുടെ തലമണ്ടയിലോട്ട് കയറിയിട്ടില്ല. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? വാഗ്ദത്ത ദേശത്തൊരു അന്യദേശത്ത് എന്ന പോലെ പാർത്തുകൊണ്ട് ദൈവം ശില്പിയാൽ നിർമ്മിച്ച അടിസ്ഥാനമുള്ള നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. ഈ കിട്ടിയ വെള്ളിയും പൊന്നും ആടുമാടുകളിലല്ല പ്രശംസിച്ചത്. ദൈവം ശില്പിയാൽ നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരം, അതാണ് പുതിയ യെരൂശലേം, അതാണ് പുതിയ ആകാശം, പുതിയ ഭൂമി, അതാണ് 1000 ആണ്ട് വാഴ്ച. 1000 ആണ്ട് വാഴ്ചയിൽ പുതിയ നിയമ പഴയ നിയമ വിശുദ്ധന്മാരുണ്ട്, ഇല്ലെന്ന് പഠിപ്പിക്കുന്നവരൊക്കെ ഉണ്ട്. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവകാശം നഷ്ടപ്പെടുത്തി ഒരു കാര്യത്തിലും നിങ്ങളാരും പോകരുത്. ഭൗതിക നന്മ വരുന്നെങ്കിൽ ഒരു വശത്തുകൂടി അത് ഒഴുക്കി കളയണം, പാവം പിടിച്ചവർക്ക് വേണ്ടി. അത് കൂട്ടിവെച്ചുകൊണ്ടിരുന്നാൽ സാത്താൻ നിന്റെ ചീട്ട് കയറി കൈ തരും. അനേക പ്രിയപ്പെട്ടവരെ, ഞാൻ സ്നേഹിച്ച് ബഹുമാനിച്ചിരുന്ന അനേക ഭക്തന്മാരെ
അനേക ശുശ്രൂഷകന്മാരെ, അനേക വിശ്വാസികളെ സാത്താനിട്ട് അമ്മാനമാടുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ദൂത് പറയുന്നത്. ഈ ദൂതൊന്നും ഞങ്ങൾക്ക് വേണ്ട. അനുഗ്രഹിക്കുന്ന ദൂത് വല്ലതും ഉണ്ടോ? ഉണ്ട്, അനുഗ്രഹിക്കുന്ന ദൂതുണ്ട്. പ്രമാണം അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ നരകത്തിൽ തള്ളിക്കളയും, ആ ദൂതുണ്ട്. അല്ലാതെയുള്ള ദൂതൊന്നും എനിക്കില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്ഷയംപാട്ട മാലിന്യമില്ലാത്ത നല്ലൊരു അവകാശത്തിനായി നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഇനി അടുത്ത എൻ്റെ വാക്യം, 6-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. അതിൽ നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക് നാനാപരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും, ശ്രദ്ധിക്കണേ മതി, ഇവിടെ ഒരു പ്രത്യേക വിഷയം, വീണ്ടും ജനനത്തിലേക്ക് നമ്മൾ നടത്തി, രക്ഷയിലേക്ക് നടത്തി, പാപവഴികളിൽ നമ്മൾ രക്ഷിച്ചു, കർത്താവിൻ്റെ ഒരു മകനായി, ഒരു മകളായി തീർന്നു. ഇനിയിപ്പോൾ ഒരു പ്രശ്നവുമില്ല, ഒരു കഷ്ടതകളുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, സമൃദ്ധി 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 സമൃദ്ധി. ഇങ്ങനെ പറയുന്ന കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടന്മാരും കേരളക്കരയിലും ആഗോള വ്യാപകമായി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനത് കേട്ടുകൊണ്ടിരിക്കുക. ആ ദൂത് കേട്ടാൽ നിങ്ങൾ നശിച്ചു പോകും. പത്രോസ് പറയുന്നത് എന്താ? അങ്ങനെ വീണ്ടും ജനനം പ്രാപിച്ച് ക്ഷയം പാട്ടം മാലിന്യമില്ലാത്ത നല്ലൊരു അവകാശത്തിനായി നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചു, അല്ലെങ്കിൽ വീണ്ടും ജനിച്ചു. നല്ല കാര്യം. അതിലിപ്പോൾ നിങ്ങൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും. അവർ രക്ഷിക്കപ്പെട്ടവൻ, സ്ഥാനപ്പെട്ടവൻ, പശുതാംശം പ്രാപിച്ചവൻ ഈ ഭൂമിയിൽ എന്തുണ്ട്? കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഒത്തെന്നെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പിടിച്ച് തികഞ്ഞവനായി. അനുസരണം പിടിക്കാൻ കർത്താവിന് കഷ്ടത ഉണ്ടായിരുന്നു. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുണ മാതൃക വെച്ചു പോയിരിക്കുന്നു. അവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ക്ഷയം പാട്ടം മാലിന്യമില്ലാത്ത നല്ലൊരു അവകാശത്തിനായി വീണ്ടും ജനനം പ്രാപിച്ചു വരുന്ന ഒരു ദൈവ പൈതൽ ഈ ഭൂമിയിൽ എന്തുണ്ട്? കഷ്ടതയുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ഞെരുക്കമുണ്ട്, നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വരും. എന്നാലും ആനന്ദിക്കുന്നു. എന്തുകൊണ്ടുകൊണ്ട് ആനന്ദിക്കുന്നത്? ഹലോ, എന്തുകൊണ്ടുകൊണ്ട് ആനന്ദിക്കുന്നേ? എന്തുകൊണ്ടുകൊണ്ട് ആനന്ദിക്കുന്നേ? 5-ാം വാക്യം ഓർത്ത് ആനന്ദിക്കുന്നേ. ക്ഷയം പാട്ടം മാലിന്യമില്ലാത്ത നല്ലൊരു അവകാശം എനിക്ക് കിട്ടുമെന്ന് ഓർത്ത് ഈ ഭൂമിയിൽ നമ്മൾ സന്തോഷിക്കണം. ഇന്നത്തെ വിശ്വാസികൾ കഴിയത്തില്ല. അങ്ങനെ ഒരു പഠനം ഇന്നത്തെ ആത്മീയഗോളത്തിലില്ല. ഒരു 10 ചക്രം കിട്ടുമ്പോഴുള്ള സന്തോഷമുള്ളൂ. കാരണം ദുരുപദേശം മുഴുവൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ 50,000 രൂപ മേടിച്ച പാസ്റ്റർ എനിക്കറിയാം. ഞങ്ങളുടെ ഗ്യാങ്ങിൽപ്പെട്ടൊരു പാസ്റ്റർ, ഭൂലോക തരികിട കളിക്കുന്ന ഒരു ചർച്ച്, ദുരുപദേശം കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ചർച്ച്. ഈ പുള്ളി പിന്മാറി അവിടെ ചെന്ന് പ്രസംഗിച്ചു. ഒരൊറ്റ പ്രസംഗത്തിന് 1,00,000 രൂപ കയ്യിൽ കിട്ടി. അപ്പൊ പുള്ളി വിചാരിച്ച എൻ്റെ പ്രസംഗത്തിൻ്റെ മികവാണ്. ഞങ്ങൾ പറഞ്ഞിട്ട് പാസ്റ്ററെ തട്ടിപ്പോയല്ലോ എന്ന് പറഞ്ഞു. അവസാനം ഈ പുള്ളി തട്ടിപ്പോയത് എങ്ങനെയാണെന്നറിയോ? മദ്യപിച്ച് തലയും കുത്തിയാണ് ചത്തത്. കാരണം ആ രീതിയിൽ പിന്മാറ്റക്കാരായിരുന്നു പുള്ളി. ആളും പേരും പ്രസ്ഥാനം ഒന്നും ഞാൻ പറയുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം ഓർക്കണം. വചന വ്യവസ്ഥ വിട്ട് പ്രസംഗിച്ചാൽ കൈ നിറയെ പണം കിട്ടും, കൂട്ടത്തിൽ ഒന്നുകൂടി കിട്ടും. പണ്ട് നയമാൻ്റെ പിറകെ ഓടി സ്വർണം മേടിച്ചെടുത്ത ഗേഹസി ഒരു ചുമട് തലയിലാക്കി കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് അഴിച്ചെടുത്തപ്പോൾ ചോദിക്കാത്ത കാര്യം ഒന്നും കിട്ടി. എന്താ? വെള്ളിയും പൊന്നും എല്ലാം കൂടി കിട്ടി. അതിൻ്റെ കൂട്ടത്തിൽ കുഷ്ഠം കൂടി കിട്ടി. കുഷ്ഠം. പ്രവാചകന്റെ കൂടെ നിന്ന് നല്ല ശുശ്രൂഷ ചെയ്ത് മുമ്പോട്ട് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഗേഹസി ഒരു കുഷ്ഠരോഗിയായി തീർന്ന് ശവമടക്കം കിടന്നു, ചത്ത് മലക്കാനിടയായി. ഞാൻ വിശ്വസിക്കുക. ഹല്ലേലൂയ. കാരണം മടങ്ങി വന്നതായിട്ടൊന്നും കാണുന്നില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദ്രവ്യാഗ്രഹികൾക്കൊരു ദൂതാണിത്. സുവിശേഷം പ്രസംഗിച്ച് കോടികൾ ഉണ്ടാക്കി, കോടിക്കണക്കിന് രൂപയുടെ വീടുണ്ടാക്കി, കോടിക്കണക്കിന് രൂപയുടെ കാറുണ്ടാക്കി സുഖിക്കുന്ന സുഖിയന്മാർക്ക് ഒരു സാധു ഉപദേശം, ഒരു ദൂത് പറയുക: നിങ്ങൾ അപകടരേഖയിലൂടെയാണ് കടന്നു പോകുന്നത്. ഏത് സമയത്തും നിങ്ങൾ നിത്യമായ നാശത്തിലേക്ക് പതിക്കാം. പത്രോസ് എന്താ പറയുന്നത്? നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. എന്തുകൊണ്ടുകൊണ്ട് ആനന്ദിക്കുന്നു? ക്ഷയം പാട്ടം മാലിന്യമില്ലാത്ത നല്ലൊരവകാശം മരണാനന്തര ജീവിതത്തിൽ കർത്താവ് എനിക്ക് തരും. ക്രിസ്തുവിനോടൊപ്പം എനിക്ക് ആയിരിക്കാൻ കഴിയും. ആ രൂപാന്തര ശരീരം എനിക്ക് തരും.
1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിനോടൊപ്പം രാജാവിനെ പോലെ എനിക്ക് വാഴാൻ ഒരു അവസരം കിട്ടും. അത് കഴിഞ്ഞ് പുതിയ ആകാശം പുതിയ ഭൂമിയിൽ രാജാക്കന്മാരെ പോലെ വാഴുന്നൊരു സുദിനം ദൈവം എനിക്ക് തരുമെന്നോർത്ത് ഈ ഭൂമിയിലെ കഷ്ടങ്ങളും പരിശോധനകളും പ്രതിസന്ധികളും വരുമ്പോൾ നമ്മൾ സന്തോഷിക്കണമെന്നാണ് ഒരു ചക്കും ചുക്കും അറിഞ്ഞുകൂടാത്ത പത്രോസ് ആത്മാവിൽ എഴുതി വെച്ചിരിക്കുന്നത്. മനസ്സിൽ ആയോ? ഇതിൽ കൂടുതൽ പറഞ്ഞു തരാനെന്ന് എനിക്കറിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഹൃദയം പിടച്ച് വികസിക്കാനും ഇത് പറയുമ്പോൾ. കാരണം കഷ്ടതയിലൂടെ ബുദ്ധിമുട്ടിലൂടെയും ഞെരുക്കത്തിലൂടെയും പോകുമ്പോൾ ഞാനും ചിന്തിക്കാറുണ്ട്, കർത്താവേ എന്താണ് ഇങ്ങനെ? അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് ഇടപെടുന്ന ഇതാണ്: നീ രോഗിയാണെങ്കിൽ, നീ പ്രയാസത്തിലിരിക്കുന്നെങ്കിൽ നിനക്കിതാ ഒരു മഹാസന്തോഷം നിൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്നു. നിൻ്റെ രോഗമുള്ള ശരീരം, ഞാൻ എൻ്റെ ശരീരത്തെ നോക്കി പറയാറുണ്ട്, ഈ ട്രാൻസ്ഫോർമേഷൻ ലഭിക്കേണ്ട ശരീരമാണിത്. എൻ്റെ കൈകൾക്ക് രോഗം വന്നാൽ, എൻ്റെ കൈകൾക്ക് കാലുകൾക്ക് രോഗം വന്നാൽ, എൻ്റെ ശരീരത്തിന് പ്രയാസങ്ങൾ വന്നാൽ, വേദനകളോ പ്രയാസങ്ങളോ ഒക്കെ വരുമ്പോൾ മനസ്സിൽ പറയണം, അതെ നിൻ്റെ ശരീരത്തിന് ഒരു രൂപാന്തര ശരീരം സ്വർഗത്തിലെ ദൈവം തരാൻ പോവുകയാണ്. പൗലോസ് പറഞ്ഞ പോലെ കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചതുപോലെ അവൻ ഞങ്ങളെയും ഉയർപ്പിക്കും. ക്രിസ്തുവിന് കൊടുത്ത രൂപാന്തര ശരീരം അവൻ ഞങ്ങൾക്കും തരും. അതാണ് നമ്മുടെ പ്രത്യാശ, അതാണ് നമ്മുടെ വിശ്വാസം. അതായിരിക്കണം നമ്മുടെ പ്രത്യാശ, അതായിരിക്കണം നമ്മുടെ വിശ്വാസം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്ഷയം പാട്ടം മാലിന്യമില്ലാത്ത നല്ലൊരു അവകാശത്തിനായി നമ്മൾ വീണ്ടും ജനിപ്പിച്ചു. എന്നാൽ ഈ ഭൂമിയിലെ ജീവിതം നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കാൻ കഴിയണം. അതാണ് ക്രിസ്ത്യ ജീവിതം. കഷ്ടതയുടെ നടുവിൽ, രോഗത്തിൻ്റെ നടുവിൽ, ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ, പ്രയാസത്തിൻ്റെ നടുവിൽ സന്തോഷിക്കാൻ കഴിയണം. എനിക്ക് നിങ്ങൾക്കും കഴിയത്തില്ല. എന്താ കാര്യം? നമ്മുടെ ആത്മീയ നിലവാരം താണ് കിടക്കുക. ക്രിക്കറ്റിൻ്റെ ഗ്രാഫ്, ഇന്ത്യയുടെ ക്രിക്കറ്റിൻ്റെ ഗ്രാഫ് താണ് കിടക്കുമ്പോൾ ഇന്ത്യക്കാരുടെ നെറ്റിയിൽ ചുളിവുണ്ടാവും. ആ ഗ്രാഫ് അങ്ങോട്ട് പൊങ്ങിക്കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്ന് പറഞ്ഞ പോലെ ഈ നിത്യതയെക്കുറിച്ചുള്ള വചനത്തിൻ്റെ വെളിപ്പാടുകൾ ഉള്ളിലോട്ട് കയറി നമ്മുടെ ആത്മീകമായ ഗ്രാഫ് അങ്ങ് പൊങ്ങുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും. അല്ലെങ്കിൽ നമുക്ക് ദുഃഖങ്ങൾ മാത്രമായിരിക്കും, നിരാശകൾ മാത്രമായിരിക്കും. അതുകൊണ്ടാണ് റോമർ 8:18 മുതൽ വായിച്ചത്. റോമർ 8:18. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമർ 8:18 മുതൽ നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, ഹല്ലേലൂയ, റോമർ 8:18 മുതൽ നമ്മിൽ വെളിപ്പെടുവാൻ, നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലാന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഇവിടെ ഈ പൗലോസ് പറയുന്ന മർമ്മം മനസ്സിലാക്കിക്കോണേ, ഭയങ്കര മർമ്മമാണ് പറയുന്നത്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് ഉണ്ട്, അതായത് രൂപാന്തര ശരീരം, തേജസ്സിൻ്റെ ശരീരം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുക. അതുപോലെ ഈ ഭൂമിയിലുള്ള സകല വൃക്ഷജാതികളും എല്ലാം കാത്തിരിക്കുക. നമുക്കൊരു ഒരു 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 രൂപാന്തരം കിട്ടിക്കഴിഞ്ഞാൽ അവർക്കും കിട്ടാനുണ്ട്. അതിനെക്കുറിച്ച് പൗലോസ് പറയുക. ഇതൊന്നും എടുത്ത് പ്രസംഗിച്ച ആൾക്കാരെ കേൾപ്പിക്കാതെ എന്നാ പ്രസംഗം എന്ന് എൻ്റെ ചോദ്യം. ഞങ്ങൾക്ക് ഇത് തന്നെ നിരന്തരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. സൃഷ്ടി ദൈവത്തിന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദൈവത്വത്തിൻ്റെ ദാസത്വത്തിനുള്ള വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ഈ ഭൂമിയിൽ മറ്റുള്ള സർവ്വജാലങ്ങളും സൃഷ്ടികളെല്ലാം കീഴ്പ്പെട്ടിരിക്കുക. നമുക്കൊരു രൂപാന്തരം, നമുക്കൊരു ദേശത്തിൻ്റെ ശരീരം കിട്ടിക്കഴിഞ്ഞിട്ട് അവർക്കൊരു റിലീസുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കാൻ അവർ പറയുന്നത്. മനഃപൂർവ്വമായിട്ട് എല്ലാവരും കീഴ്പ്പെടുത്തിക്കൊണ്ട് കൽപ്പന മുത്തമത്രേ സർവ്വസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞെരങ്ങി ഈറ്റുന്നോടി. എന്ത് ഞെരക്കം? ആത്മീകമായ ഞെരക്കം. സ്തോത്രം. സർവ്വസൃഷ്ടികളും അങ്ങനെ ഞെരങ്ങുന്നൊന്നും എനിക്കറിയില്ല. നമ്മളങ്ങനെ ഞെരങ്ങണം. സ്തോത്രം.
ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. എന്ത് തിന്നെ, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നുള്ള ഞരക്കമല്ല, പ്രത്യാശയുടെ ഞരക്കം, സന്തോഷത്തിന്റെ ഞരക്കം, ആത്മീകമായ ഞരക്കം, പ്രത്യാശയുടെ ആ സന്തോഷത്തിന്റെ ഞരക്കം. എന്നെനിക്ക് രൂപാന്തര ശരീരം, എന്നെനിക്ക് രൂപാന്തര ശരീരം, എന്നെനിക്ക് തേജസ്സിന്റെ ശരീരം കിട്ടും, എന്ന് ഞാൻ കർത്താവിനെ പോലെ ആയിത്തീരും, എന്നാണ് എനിക്കൊരു രൂപാന്തരം കിട്ടുന്നത്. ഈ രോഗങ്ങൾ മാറി എന്നെനിക്കൊരു രൂപാന്തര ശരീരം കിട്ടും. അതായിരിക്കണം നമ്മുടെ ചിന്ത, അതായിരിക്കണം നമ്മുടെ വിശ്വാസം. അപ്പും ചവറും കേട്ട് 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 ചത്തിരിക്കുക വിശ്വാസികൾ. അതാ പറഞ്ഞ പൗലോസ് പറഞ്ഞ് കേക്ക്, പത്രോസ് പറഞ്ഞ് കേക്ക്, യോഹന്നാൻ, യാക്കോബ്, യൂദ പറഞ്ഞതൊക്കെ കേക്ക്, ലേഖനം പഠിക്കുക. എൻ്റെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നതോട് ഞാൻ പറയാ, നിങ്ങളൊരു ഒരു 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 100 പ്രാവശ്യമെങ്കിലും ലേഖനങ്ങൾ വായിച്ച് പഠിക്കുക. പ്രവൃത്തി പുസ്തകം മുതൽ യൂദ ലേഖനം വരെ, വെളിപ്പാട് 1, 2, 3 കൂടി ചേർത്ത് പഠിക്കാം. 100 പ്രാവശ്യം വായിക്കുക, പ്രാർത്ഥനയോടെ വായിക്കുക. നിങ്ങളുടെ ഹൃദയം പ്രത്യാശ കൊണ്ട് നിറയും. സങ്കീർത്തനം പാടി 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 ആത്മീയമായി ചത്ത് 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 ഒരു ഗുണമില്ലാത്ത വിശ്വാസികളായിട്ട്. അത് അവർക്ക് കൊടുത്ത ശക്തമായ ഒരു പ്രമാണമല്ലേ, അത് അവർ വായിച്ചു പഠിച്ചു. യാഗം കഴിച്ച് നിയമം ചെയ്തവരൊക്കെ അവിടെ ഉണ്ട്, അല്ലാത്തവരൊക്കെ പോയി. യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടിവില്ലെന്ന് സങ്കീർത്തനത്തിൽ വാക്യം കൊടുത്ത് ഞാനും പ്രസംഗിച്ചുകൊണ്ടിരുന്നു പണ്ട്, വെളിവില്ലാത്ത സമയത്ത്. വെളിവ് കേട്ട ഉപദേശിമാരുടെ പഠനം കേട്ട് അത് കഴിഞ്ഞപ്പോൾ വെളിവുള്ളവൻ വന്ന് വെളിവുള്ളവർ പഠിപ്പിച്ചപ്പോൾ മനസ്സിലായി അത് നമ്മളല്ല, പഴയ നിയമ വിശുദ്ധന്മാരാണ്. അവരാ യാഗം കഴിച്ചു. നമുക്കുള്ള യാഗം ഏതാ? റോമർ 12:1 സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന് മനസ്സിൽ ഉറപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിൽ പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയും. നമ്മുടെ ശരീരങ്ങളെ, പഞ്ചേന്ദ്രിയങ്ങളെ, യഹൂദൻ സ്വന്തം പാപം ചെയ്തിട്ട് ആടുകളെയും കാളക്കിടാക്കളെയും മൃഗങ്ങളെയും കൊണ്ട് യാഗം കഴിച്ച് താൽക്കാലിക പാപക്ഷമ വരുത്തി മുമ്പോട്ട് പോയി. ലംഘനം ക്ഷമിച്ച് പാപം മറയ്ക്കും. പാപം ആ മൃഗങ്ങളിലൂടെ മറയ്ക്കപ്പെടുക ചെയ്യുന്നത്, മൃഗയാഗത്തിലൂടെ മറയ്ക്കപ്പെടുക ചെയ്യുന്നത്. പുതിയ നിയമ വിശ്വാസിയോ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപം മോചനം പ്രാപിക്കുക ചെയ്യുന്നത്. മർക്കോസ് 2 ഒരു രോഗിയെ പൊക്കിയെടുത്തുകൊണ്ട് വന്നല്ലോ. കർത്താവ് എന്താ പറഞ്ഞ്? മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. 2:5 2:10 മനുഷ്യപുത്ര പാപങ്ങളെ മോചിപ്പാൻ അധികാരമുണ്ട്. അപ്പൊ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നത് പാപമോചനവും, യഹൂദന് യാഗത്തിലൂടെ ലഭിക്കുന്നത് പാപം മറയ്ക്കപ്പെടുകയാണ്. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് വന്ന് യാഗമാകുന്നവരെ അവരുടെ പാപങ്ങൾ മറയ്ക്കപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ യാഗത്തിലൂടെ പാപത്തിന് മോചനം കിട്ടി. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങൾ നിങ്ങൾക്ക് ഏതുമില്ലയോ? ഈ വചനങ്ങൾ നിങ്ങൾക്ക് ഏതുമില്ലയോ? സ്തോത്രം. കർത്താവെന്ന് സഭയെടുക്കാൻ നേരമായി. യഹൂദനെതിരെ ഗോഗുമാഗോഗിന്റെ നേതൃത്വത്തിൽ വലിയ യുദ്ധത്തിലുള്ള സന്നാഹം. സ്തോത്രം. സോവിയറ്റ് റഷ്യയും അതുപോലെ ഇറാനും തുർക്കിയും മറ്റു പല രാജ്യങ്ങളും ചേർന്ന് ഭയങ്കരമായ അണിയറയിൽ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇസ്രയേലിനെ തവിടുപൊടിയാക്കാൻ 3-ൽ 2-നെ കൊന്ന് കൊലവിളി നടത്താനുള്ള സകല സന്നാഹങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. അതൊരു പ്രവചന നിവൃത്തിയാണ്. അവർ കുത്തിയെങ്കിലേ നോക്കി മാനസാന്തരപ്പെടാൻ ദൈവം ഒരു പ്രവചന നിവൃത്തി എന്ന വണ്ണം ആ വിഷയത്തിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനു മുൻപ് സഭ മാറ്റപ്പെടും. നമ്മൾ പാട്ടും പാടി സങ്കീർത്തനം കേട്ടോണ്ടിരുന്നാൽ നേരെ നരകക്കുഴിയിൽ പോയി വീഴും. രക്ഷപ്പെടാനുള്ള വഴിയാണ് ഞാൻ ഈ പറഞ്ഞു വയ്ക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ആത്മരക്ഷ പ്രാപിക്കാനുള്ള എല്ലാ വഴികളും സ്വർഗീയ പിതാവ് തുറന്നു തന്നിരിക്കുന്നു. ക്രിസ്തുവിനെ തലയായിട്ട് തന്നു, പരിശുദ്ധാത്മാവിനെ തന്നു, അപ്പോസ്തലന്മാരുടെ പ്രമാണത്തെ തന്നു. ഇനി നമ്മൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി നിങ്ങൾ തന്നെയായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഇവിടെ എന്താ വായിച്ചത്? നമ്മൾ ഇന്ന് വരെ ഒരുപോലെ ഞെരങ്ങിയിട്ടുന്നോടിയിരിക്കുന്നു. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം, അത് പുതിയ നിയമ നമ്മളെ കുറിച്ച് പറയുക. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ച നാമം ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അപ്പോൾ പുത്രത്വം എന്ന് കിട്ടും, രൂപാന്തര ശരീരം, തേജസ്സിന്റെ ശരീരം എന്ന് കിട്ടുമെന്ന് ഓർത്ത് ഞെരങ്ങുന്നു. പത്രോസ് പറഞ്ഞില്ലേ, ആ ശരീരം എന്ന് കിട്ടുമെന്ന് ഓർത്ത് ഞെരങ്ങുന്നു. പ്രത്യാശയല്ലോ എന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല.
ഒരുത്തൻ കാണാത്തതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിന് ദീർഘക്ഷമയോടെ കാത്തിരിക്കും. റോമർ 8:18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ 100 പ്രാവശ്യമെങ്കിലും വായിച്ചു പഠിക്കണം. ആ വചനത്തിൻ്റെ ആത്മീക സത്യങ്ങൾ നമ്മൾ ഗ്രഹിക്കണം, ആത്മാവിലത് ഗ്രഹിക്കണം. ഹല്ലേലൂയ. അപ്പം അടിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ ആ വിഷയത്തിലേക്ക് വരിക. അല്പനേരത്തേക്ക് നാനാപരീക്ഷകൾ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ രക്ഷിക്കപ്പെട്ട് ക്ഷേമമാട്ടം മാലിന്യമില്ലാത്ത നല്ലൊരു വാശിനെ രക്ഷിക്കപ്പെട്ട് വന്നാൽ നമ്മൾ ഇപ്പോൾ നാനാ പരീക്ഷകൾ ഈ ഭൂമിയിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? നിരാശയും ഒക്കെ വരാറുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിലും സന്തോഷിക്കണം. എന്തോർത്ത് സന്തോഷിക്കണം? ക്ഷേമമാട്ടം മാലിന്യമില്ലാത്ത നല്ലൊരു അനുഭവം, ഉത്തരത്വത്തിൻ്റെ അനുഭവം, രൂപാന്തര ശരീരം, സ്വർഗീയ ശരീരം, കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മരണമില്ലാത്ത, മുറവിളിയില്ലാത്ത ആ ശരീരം കിട്ടുമെന്ന് ഓർത്ത് ഈ ഭൂമിയിൽ നമ്മൾ സന്തോഷിക്കണം. അതാ ഇവിടെ പത്രോസ് പറയുന്നേ. നാനാപരീക്ഷകൾ മുഖിച്ചിരിക്കൊണ്ടുവന്നാലും ആനന്ദിക്കുന്നു. സ്വത്രം സ്വത്രം സ്വത്രം. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്ന പൊന്നിനേക്കാൾ നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ. അപ്പം പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. അപ്പോൾ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകൾ വിശുദ്ധന്മാരായി വിശുദ്ധമതികളായി നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ ശുദ്ധീകരിച്ചെടുക്കാൻ ഒത്തരെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പിടിച്ച് തികഞ്ഞവനായി. അപ്പോൾ അനുസരണം പിടിച്ച് തികയുവാനായിട്ട് കഷ്ടങ്ങളോ ഭാരങ്ങളോ പരീക്ഷകളോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് സഹിഷ്ണുതയോടെ സഹിച്ച് ദൈവം നമ്മൾ ഉദ്ദേശിക്കുന്ന ആ പാന്താവിൽ എത്തുവാൻ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. അങ്ങനെ കാത്തിരിക്കുമ്പോൾ തന്നെ ഭാവി കാലം ഓർത്ത് എന്ത് ചെയ്യണം? പുഞ്ചിരിയിടണം, സന്തോഷിക്കണം. സ്വത്രം. പഴയ നിയമത്തിലെ ഒരു വാക്യമാണ്, ഉത്തമഗീതമാണെന്ന് തോന്നുന്നു. ഭാവി കാലം ഓർത്തവൾ പുഞ്ചിരിയിടുന്നു. ഭാവി കാലം, ദൈവസഭയ്ക്കൊരു നല്ല ഭാവിയുണ്ട്. സ്വർഗീയമായ സന്തോഷത്തിൽ ജീവിക്കുന്നൊരു ഭാവി. അതോർത്ത് ഈ പരിശോധനയുടെ നടുവിൽ സന്തോഷിക്കണമെന്നിവിടെ പറയുന്നത്. എന്നിട്ടാണ് പറയുന്നത്, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്ന പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത്. ഞാൻ അനുഭവിച്ച കഷ്ടതകൾ, ഞാൻ അനുഭവിച്ച പട്ടിണി, ഞാൻ അനുഭവിച്ച ദാരിദ്ര്യം, ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട്, ഞാൻ അനുഭവിച്ച ഞെരുക്കങ്ങൾ, ഞാൻ അനുഭവിച്ച പോരാട്ടങ്ങൾ, ഞാൻ പിശാച് കൊണ്ടുവന്ന പരീക്ഷകളെ ഞാൻ അതിജീവിച്ച സന്ദർഭങ്ങൾ, അതൊക്കെ മാനത്തിനും പുകഴ്ചയ്ക്കും യോഗ്യമായി എണ്ണുന്നത് എപ്പോഴാണ്? കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ. കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണാനിടവരും. അടിഞ്ഞു പോകുന്നതും തീ ശോധന കഴിക്കുന്ന പെണ്ണിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണാൻ അങ്ങനെ ഇടവരും. ഇപ്പോഴല്ല, ഇപ്പോൾ നമുക്ക് ദുഃഖങ്ങളാണ്. കുഞ്ഞുങ്ങളെ, ലോകത്തിൽ നിങ്ങൾ കഷ്ടങ്ങളുണ്ടെന്ന് കർത്താവ് പറഞ്ഞു, എങ്കിലും ധൈര്യപ്പെടാൻ പറഞ്ഞു. ഞാൻ ലോകത്തെ ജയിച്ചു. നിങ്ങളും നമ്മൾ ലോകത്തെ ജയിച്ച് ജീവിക്കണം. ജഡലോകം പിശാചിന്റെ മേൽ ജയമെടുത്ത് ജീവിക്കണം. ജഡമോഹം കൺമോഹം ജീവിതത്തിലെ പ്രധാനങ്ങളെ വിട്ട് ജീവിക്കണം. പിശാചിന്റെ തന്ത്രത്തോട് എതിർത്തിപ്പാൻ കഴിയേണ്ട ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ച് പോരാടണം. നമുക്ക് പോരാട്ടമുണ്ട്, നമുക്ക് പോരാട്ടമുണ്ടെന്നേ. അതല്ല, യോബിന്റെ പുസ്തകം എടുത്തൊന്ന് വായിച്ചു നോക്കിയേ, പോരാട്ടം ഉണ്ടോ എന്നറിയാം. യോബ് 1:6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഇവിടെ നമുക്ക് പോരാട്ടമുണ്ടോ, വെല്ലുവിളിയുണ്ടോ, പരീക്ഷയുണ്ടോ എന്നറിയാം. 1:6 മുതൽ 8 വരെ. ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു വരുന്നുവെന്ന് പറഞ്ഞു. യഹോവ സാത്താനോട്, എൻ്റെ ദാസനായ യോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കരും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകുന്നവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. നേരെ ചൊവ്വേ ജീവിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ മേലും പിശാച് ദൃഷ്ടി വയ്ക്കും. വ്യവസ്ഥ പാലിക്കാത്തവൻ്റെ മണ്ടയിൽ കയറി സാത്താൻ ഇരിക്കുക. അവൻ്റെ മേൽ ദൃഷ്ടിയൊന്നും വെക്കണ്ട. പ്രമാണമനുസരിച്ച് ഞാനും നിങ്ങളും ജീവിക്കാൻ പോയാൽ നമ്മുടെ മേൽ സാത്താൻ ദൃഷ്ടി വയ്ക്കും. അവിടെ വിശുദ്ധിയോടെ നിർമ്മലയോടെ ജീവിച്ചാൽ വിജയം നമുക്കാണ്. അപ്പൊ ചിന്തിച്ചോണം, സാത്താൻ നമ്മളെ ദൃഷ്ടി വയ്ക്കും. സനിന്യാസിലും സഫീറിയോടും പത്രോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്, സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയതെന്ത്? ഹല്ലേലൂയ.